ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മഹത്തായ ആശയങ്ങളിലേക്ക് നയിച്ച ചരിത്രപരമായ സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഫ്രാൻസിലെ ബൂർബൻ രാജവംശത്തിന്റെ ഭരണകാലത്ത് രാജാക്കന്മാർ സ്വേച്ഛാധിപതികളായിരുന്നു. ലൂയി 14 താനാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ചു. ലൂയി 15 ഭരണകാലത്ത് അഴിമതിയും ധൂർത്തും വർദ്ധിച്ചു. ലൂയി 16 ഭരണത്തിൽ രാജ്ഞി മേരി ആന്റോനെറ്റിന്റെ ഇടപെടലുകളും ഭരണത്തിലെ അനാസ്ഥയും ജനങ്ങളെ ദുരിതത്തിലാക്കി. ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായി വിഭജിച്ചിരുന്നു. 1-ാം എസ്റ്റേറ്റിൽ പുരോഹിതന്മാരും 2-ാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരും ഉൾപ്പെട്ടിരുന്നു. ഇവർ വലിയ ഭൂസ്വത്തുക്കൾക്ക് ഉടമകളായിരുന്നു. നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. കർഷകരിൽ നിന്നും ഇവർ ടിത്തെ എന്ന നികുതി പിരിച്ചിരുന്നു. 3-ാം എസ്റ്റേറ്റിൽ മധ്യവർഗം, തൊഴിലാളികൾ, കർഷകർ എന്നിവരുൾപ്പെട്ട സാധാരണക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. കടുത്ത ദാരിദ്ര്യത്തിലും രാഷ്ട്രീയ അവകാശങ്ങളില്ലാതെയും കഴിഞ്ഞിരുന്ന ഇവർ വലിയ നികുതിഭാരവും ചുമന്നിരുന്നു. ഈ അസമത്വമാണ് വിപ്ലവത്തിന്റെ അടിസ്ഥാന കാരണമായി മാറിയത്. 18-ാം നൂറ്റാണ്ടിലെ കാർഷിക വ്യാവസായിക പുരോഗതിയുടെ ഫലമായി ഒരു പുതിയ മധ്യവർഗം അഥവാ ബൂർഷ്വാസി ഉയർന്നുവന്നു. ഡോക്ടർമാർ, അഭിഭാഷകർ, വ്യാപാരികൾ എന്നിവരടങ്ങുന്ന ഇവർ സാമ്പത്തികമായി മുന്നേറിയെങ്കിലും അധികാരവും സ്ഥാനമാനങ്ങളും ലഭിക്കാത്തതിൽ അസംതൃപ്തരായിരുന്നു. ഇത് വിപ്ലവത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. ധാന്യങ്ങളുടെ വില കുതിച്ചുയരുകയും സാധാരണക്കാരുടെ വേതനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്തതോടെ ജനങ്ങൾ ദുരിതത്തിലായി. ഇതിനിടയിൽ ഭരണകൂടം വലിയ കടബാധ്യതയിലാവുകയും ഖജനാവ് കാലിയാവുകയും ചെയ്തത് സ്ഥിതി കൂടുതൽ വഷളാക്കി. വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ, ജോൺ ലോക്ക് തുടങ്ങിയ ചിന്തകർ ഫ്രഞ്ച് വിപ്ലവത്തിന് വലിയ പ്രചോദനമേകി. സഭയെയും സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ച ഇവർ അധികാര വിഭജനം, തുല്യത, വ്യക്തിസ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ചുള്ള ആശയങ്ങൾ ജനങ്ങളിൽ വിപ്ലവബോധം വളർത്തി. പുതിയ നികുതികൾ ചുമത്താനായി ലൂയി 16 1789 എസ്റ്റേറ്റ്സ് ജനറൽ യോഗം വിളിച്ചു ചേർത്തു. എന്നാൽ വോട്ടിംഗ് രീതിയെച്ചൊല്ലി തർക്കമുണ്ടായി. തുടർന്ന് 3-ാം എസ്റ്റേറ്റ് പ്രതിനിധികൾ സ്വയം ഫ്രഞ്ച് ദേശീയ അസംബ്ലിയായി പ്രഖ്യാപിക്കുകയും ഭരണഘടന തയ്യാറാക്കുന്നതുവരെ പിരിഞ്ഞുപോകില്ലെന്ന് ടെന്നീസ് കോർട്ടിൽ വെച്ച് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. 1789 ജൂലൈ 14 ജനക്കൂട്ടം ബാസ്റ്റീൽ ജയിൽ ആക്രമിച്ചു തകർത്തു. ഇത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു. തുടർന്ന് ദേശീയ അസംബ്ലി അടിമത്തം നിർത്തലാക്കുകയും പ്രഭുക്കന്മാരുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്തുകളയുകയും ചെയ്തു. 1789 പ്രഖ്യാപിച്ച മനുഷ്യാവകാശ പ്രഖ്യാപനം മനുഷ്യർ സ്വാതന്ത്ര്യത്തോടും തുല്യാവകാശങ്ങളോടും കൂടിയാണ് ജനിക്കുന്നതെന്ന് വ്യക്തമാക്കി. സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷ, അടിച്ചമർത്തലിനെതിരായ പ്രതിരോധം എന്നിവ ജനങ്ങൾക്ക് ഉറപ്പു നൽകി. പരമാധികാരം രാഷ്ട്രത്തിൽ നിക്ഷിപ്തമാണെന്നും ഈ പ്രഖ്യാപനം ഊന്നിപ്പറഞ്ഞു. 1792 ഫ്രാൻസ് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. ലൂയി 16 വധിക്കപ്പെട്ടു. തുടർന്ന് ജാക്കോബിനുകൾ അധികാരം പിടിച്ചെടുത്തു. റോബസ്പിയറിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ കാലഘട്ടം ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നു. ആയിരക്കണക്കിന് ആളുകളെ ഗില്ലറ്റിനുപയോഗിച്ച് വധിച്ച ഈ ഭരണം ഒടുവിൽ റോബസ്പിയറിന്റെ വധത്തോടെ അവസാനിച്ചു. ഫ്രഞ്ച് വിപ്ലവം ഫ്യൂഡലിസത്തിന് അന്ത്യം കുറിച്ചു. പള്ളിയുടെ ഭൂമി മധ്യവർഗത്തിന് കൈമാറി. ഏകീകൃത മെട്രിക് സമ്പ്രദായം നടപ്പിലാക്കി. ആധുനിക ദേശീയതയുടെയും ജനകീയ ജനാധിപത്യത്തിന്റെയും അടിത്തറ ഈ വിപ്ലവത്തിലൂടെയാണ് പാകിയത്. വിപ്ലവാനന്തരം നെപ്പോളിയൻ ബോണപ്പാർട്ട് അധികാരം പിടിച്ചെടുത്ത് ചക്രവർത്തിയായി. അദ്ദേഹം നിയമപരമായ ഒട്ടേറെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ഫ്യൂഡൽ നിയമങ്ങൾ നിർത്തലാക്കിയ അദ്ദേഹം ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിക്കുകയും ഏകീകൃത നാണയ സമ്പ്രദായം നടപ്പിലാക്കുകയും ചെയ്തു. എന്നാൽ 1815 വാട്ടർലൂ യുദ്ധത്തിലെ പരാജയത്തോടെ അദ്ദേഹത്തിന്റെ ഭരണം അവസാനിച്ചു. നെപ്പോളിയന്റെ പതനശേഷം യൂറോപ്പിനെ പുനഃസംഘടിപ്പിക്കാനായി 1815 വിയന്ന കോൺഗ്രസ് ചേർന്നു. ഓസ്ട്രിയൻ ചാൻസലർ മെറ്റർനിക്കിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമ്മേളനം വിപ്ലവത്തിനു മുമ്പുണ്ടായിരുന്ന പഴയ രാജവാഴ്ചകളെ തിരികെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇത് യാഥാസ്ഥിതിക ശക്തികളുടെ ഒരു വിജയമായിരുന്നു. ചുരുക്കത്തിൽ സ്വേച്ഛാധിപത്യത്തിനെതിരെ സാധാരണക്കാരുടെ പോരാട്ടമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. അനീതി നിറഞ്ഞ സാമൂഹിക വ്യവസ്ഥയ്ക്കെതിരെയുള്ള ഈ പോരാട്ടം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ലോകത്തിന് നൽകുകയും ആധുനിക ജനാധിപത്യത്തിനും ദേശീയതയ്ക്കും അടിത്തറയിടുകയും ചെയ്തു. ഈ പാഠഭാഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിച്ചതിന് നന്ദി.